എപ്പിസോഡ് തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം അറാസയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ചമ്മലിലിരിക്കുന്ന റേയെ കാണിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് അവിടേക്ക് റേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി ഡ്രസ്സും കൊണ്ട് അറാസ വന്നത്. റേ ആണെങ്കിൽ ഞാൻ എങ്ങനെ ഇവന്റെ മുഖത്തേക്ക് നോക്കും എന്ന പോലെ ചമ്മലോടെ ഇരിക്കുന്നു. അറാസയാണെങ്കിൽ കൊണ്ടുവന്ന ഡ്രസ്സ് അവിടെ വെച്ച് റേയെ നോക്കി എന്റെ ഊഹം വെച്ച് സൈസ് ശരിയായിരിക്കുമെന്ന് പറഞ്ഞതും റേക്ക് അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നു. അറാസ അവനെ നോക്കി ചിരിച്ച് അവിടെ നിന്ന് പോയതും റേ അവൻ കൊണ്ടുവന്നതിൽ നിന്ന് ഷോർട്സ് എടുത്ത് നോക്കി എൻ്റെത് അത്ര ചെറുതൊന്നുമല്ലെന്ന് ഉറക്കെ പറയുന്നു. താഴേക്ക് ഇറങ്ങി വന്ന റേയോട് അറാസെ സൈസിനെ പറ്റി ചോദിച്ചതും അതിന് മറുപടിയൊന്നും പറയാതെ അറാസെ നിർമ്മിച്ച ഒരു പ്രൊജക്റ്റിനെ നോക്കി എനിക്കെപ്പോഴെങ്കിലും ഇതുപോലെ ഒന്നുണ്ടാക്കാൻ പറ്റുമോ എന്ന് സ്വയം ചോദിക്കുന്നു. അത് കേട്ട് വന്ന അറാസെ അവനോടായി പറ്റും, നീ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മതി, നിനക്കും കഴിയും എന്ന് അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും റേ ആണെങ്കിൽ ഒരു കിസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ അവൻ്റെ തലയിലായി ഒരു കൊട്ട് കൊടുത്ത് അറാസെ അവിടെ നിന്ന് മാറുന്നു. എന്നിട്ട് അവനോടായി നീ ഇന്നലെ പറഞ്ഞതുപോലെ എന്നെ ഇഷ്ടപ്പെടുത്താൻ നിനക്കൊരു വർഷമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നീ സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ നിനക്ക് ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി അസൈൻമെൻറ്റ്സും വർക്കും ഉണ്ടാകും. അപ്പോൾ നിനക്ക് സമയം കിട്ടില്ല. ആണോ? നീ റേയെ അങ്ങനെ വില കുറച്ചൊന്നും കാണണ്ട. ഇതൊക്കെ എനിക്ക് വെറും പുല്ലാണ്, പുല്ല്. ഒരേ ഒരു മാസം മതി എനിക്ക് നിന്നെ വീഴ്ത്താൻ എന്നവൻ അറാസയെ നോക്കി വെല്ലുവിളിക്കുന്നു. ക്ലാസ്സിലെത്തിയതും റേ ഒരു മാസം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു. അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, അതുപോലെ എക്സാമും. അതൊക്കെ നോക്കിയതും ഒരു മാസം കൊണ്ട് താൻ വെല്ലുവിളിച്ചതുപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് അവന് മനസ്സിലായതും കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ അവൻ അവിടെ ഇരിക്കുന്നു. ആ സമയം അവിടേക്ക് കായ് കയറി വന്ന് റേയുടെ തലയിലായി ഒരു കൊട്ട് കൊടുത്ത് അവനോടായി നീ എന്താ ഇന്നലെ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്? നിന്നെപ്പറ്റി ഓർത്ത് ഞാൻ ഒരുപാട് പേടിച്ചു എന്നവൻ പറഞ്ഞതും സോറി, ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ നടന്നു, അതുകൊണ്ട് നീ വിളിച്ചതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, നീ ഇന്നലെ സേഫായി വീട്ടിലേക്ക് എത്തിയില്ലേ? കായ് അതിന് ഒന്ന് ആലോചിച്ചിട്ട് അതേ എന്ന് പറഞ്ഞ് തൻ്റെ സീറ്റിലായി പോയിരിക്കുന്നു. റേ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ എന്താ നീ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കായ് അവനോട് ചോദിക്കുന്നു. അറാസെ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൂമ അവന് കുടിക്കാൻ വേണ്ടി ജ്യൂസുമായി അവൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ അതിന് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് നിന്നോട് പറഞ്ഞിരുന്നു എന്ന് അറാസെ ചോദിച്ചതും അതിനെന്താ, അതൊക്കെ വലിയ കാര്യമാണോ? അല്ല, ഇന്നെന്താ നിന്റെ മുഖം ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത്? ഫൂമക്ക് അതിനുള്ള മറുപടി കൊടുത്തതും റേക്ക് ബില്ല് കൊടുത്ത ആള് അവരുടെ അടുത്ത് വന്ന് അവരോടായി സംസാരിക്കുന്നു. കായ് റേനോടായി ഒരു മാസം കൊണ്ടൊക്കെ അറാസയെ വീഴ്ത്തുന്നത് കുറച്ച് പാടല്ലേ എന്ന് ചോദിച്ചതും പാടാണ്, പക്ഷേ എനിക്ക് അവനോട് ഇഷ്ടമൊന്നുമില്ല, എനിക്ക് അവനോട് പ്രതികാരം വെട്ടണം, അത്രയേ ഉള്ളൂ. അവൻ അങ്ങനെ പറഞ്ഞതും കായ് അവനെ സൂക്ഷിച്ചു നോക്കി നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ളതാരാ എന്നവൻ്റെ നെഞ്ചിൽ തൊട്ട് ചോദിക്കുന്നു. അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് മറ്റു കുട്ടികൾ വന്നിരുന്നു. റേ അവനോടായി കൂടുതൽ തമാശ പറയല്ലേ, ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് എനിക്കൊന്ന് പറഞ്ഞു താ. ശരി, നീ എല്ലാ ദിവസവും അറാസയെ കാണുക, അതിനുള്ള വഴിയും കായ് തന്നെ റേക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീടുള്ള 3 ദിവസം കായ് പറഞ്ഞു കൊടുത്ത പ്ലാൻ പ്രകാരം അറാസയെ കാണാൻ വേണ്ടി അവൻ അറാസയുടെ സ്ഥലത്തേക്ക് പോയി. പക്ഷേ അറാസയെ ഒഴികെ ബാക്കി എല്ലാവരെയും അവൻ കണ്ടു, അറാസയെ മാത്രം അവൻ കണ്ടില്ല. ഇനി എന്തെങ്കിലും ആവട്ടെ, അറാസയെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞ പോലെ റേ അവൻ്റെ ഷോപ്പിൽ ഇരിക്കുന്നു. അപ്പോഴാണ് തൻ്റെ വർക്കും കഴിഞ്ഞ് അറാസെ അവിടേക്ക് വന്നത്. അറാസെ അവനെ തന്നെ നോക്കുന്നു. അറാസെ നോക്കുന്നത് കണ്ട് റേ ഓരോരോ ന്യായങ്ങളായി പറഞ്ഞെങ്കിലും അറാസെ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കുന്നു. അറാസെ ഒന്നും മിണ്ടാത്തത് കണ്ട് റേ അവനോട് സോറി പറഞ്ഞ് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റതും അറാസെ അവനെ തടഞ്ഞ് നീ കഴിച്ചോ എന്ന് ചോദിച്ച് അവനെയും കൊണ്ട് കഴിക്കാനായി പോകുന്നു. അവർ രണ്ടുപേരും ഹോട്ടലിൽ ഇരിക്കെ അറാസെ റേയെ നോക്കി നീ എന്നെ വളയ്ക്കാൻ കണ്ടുപിടിച്ച ആ വലിയ പ്ലാൻ എന്താ? അവൻ ചോദിച്ചതും റേ അവനോടായി മെല്ലെ പറ, ആളുകൾ കേൾക്കുമെന്ന് പറഞ്ഞതും അതിനെന്താ, നിനക്കെന്താ നാണമാണോ എന്ന് ചോദിച്ച് അവൻ റേയെ വാശി കയറ്റിയതും ഫുഡ് സെർവ് ചെയ്യാൻ വന്ന സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് ഞാൻ ഇവനെ വളക്കാൻ വേണ്ടി ശ്രമിക്കാണ്, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതും ചുറ്റുമുള്ളവരെല്ലാം റേയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോഴാണ് അവനെ താൻ എന്താണ് ചെയ്തതെന്ന ബോധം വന്നത്. തിരികെയുള്ള യാത്രയിൽ നേരത്തെ അങ്ങനെയൊക്കെ നടന്നതിന് അറാസെ റേയോട് സോറി ചോദിച്ചതും റേ തിരിഞ്ഞു നിന്നുകൊണ്ട് നീ എപ്പോഴും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു, നേരത്തെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് തമാശക്കാണെന്ന് കരുതി നീയും ചിരിച്ചില്ലേ, ഞാൻ നിന്നോട് ഇനി ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് റേ നടന്നതും അറാസെ അവനെ തടഞ്ഞ് ഞാൻ ചിരിച്ചത് അത് ക്യൂട്ടായി തോന്നിയത് കൊണ്ടാണ്, അല്ലാതെ കളിയാക്കാനല്ല. അറാസെ തൻ്റെ കാർഡ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്ത് ഇനി നീ വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്ക്, അല്ലാതെ എന്നെ കാത്ത് അവിടെ തപസ്സിരുന്ന് നിന്റെ സമയം വെറുതെ കളയണ്ട, അഥവാ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. റേ ആണെങ്കിൽ ഇത് കേട്ട് സന്തോഷത്തോടെ അപ്പോൾ നിനക്കെന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞതും ഒരിക്കലുമല്ല, നീ എൻ്റെ അടുത്തുള്ളപ്പോൾ നല്ല ഫണ്ണാണ്, നിങ്ങൾ വീണ്ടും എന്നെ കളിയാക്കാൻ തുടങ്ങിയോ എന്നവൻ ചോദിച്ചതും സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുന്നതിൽ നിന്നും ക്യൂട്ട് എന്ന് വരെ എത്തിയില്ലേ എന്നവൻ പറയുന്നു. റേ ആണെങ്കിൽ അറാസെ തന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുന്നതിന് പകരം ക്യൂട്ട് എന്ന് വിളിക്കുന്നതിനെ പറ്റി ചിന്തിച്ച് അതും ആലോചിച്ച് മാനത്ത് നോക്കി ചിരിക്കുന്ന റേയെ നോക്കി നീ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞ് അറാസെ നടക്കുന്നു. പിറ്റേ ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന റേ മെസ്സേജിന്റെ സൗണ്ട് കേട്ട് ഫോൺ എടുത്ത് നോക്കുന്നു. അറാസയുടെ മെസ്സേജ് ആയിരുന്നു അത്. ക്ലാസ് കഴിഞ്ഞ് തൻ്റെ സാധനങ്ങളെല്ലാം വേഗം എടുത്തു വെക്കുന്ന റേയോട് നാളെ 8:30 വർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് കായ് ഓർമ്മിപ്പിക്കുന്നു. കായിനോട് യാത്ര പറഞ്ഞ് റേ അവിടെ നിന്ന് പോകുന്നു. അറാസയുടെ ഷോപ്പിൽ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന റേയുടെ അടുത്തേക്ക് അറാസെ പോയി സംസാരിക്കുന്നു. രാത്രി ഏറെ വൈകിയാണ് അവന് തൻ്റെ വർക്ക് തീർക്കാൻ പറ്റിയത്. ഉറക്കത്തിൽ അറാസെ തൻ്റെ അടുത്തേക്ക് വരുന്നതും സ്വപ്നം കണ്ട് കിടക്കുന്നുണ്ടായിരുന്ന റേ ഫോണിൻ്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത്.
സമയം നോക്കിയതും 8:15. അപ്പം തന്നെ അവൻ റെഡിയായി വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട സാറിൻ്റെ അടുത്തേക്ക് പോയെങ്കിലും സാർ അത് വാങ്ങിയില്ല. റേ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അയാളത് കേട്ടില്ല. ആ റൂമിൽ നിന്നിറങ്ങിയ റേയെയും കാത്ത് കായും റിങ്കയും ഉണ്ടായിരുന്നു. സാർ ആ വർക്ക് എടുക്കാത്തതിനാൽ തന്നെ റേയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ കായിനോടും റിങ്കയോടും തനിക്ക് സങ്കടമൊന്നുമില്ല എന്ന രീതിയിൽ അവൻ പെരുമാറുന്നു. പക്ഷേ കായ്ക്ക് മനസ്സിലാകുന്നുണ്ട് റേ ഓക്കെ അല്ല എന്ന്. റേ അവിടെ നിന്ന് അവരുടെ യാത്ര പറഞ്ഞു പോകുന്നു. അവൻ നേരെ പോയത് അറാസയുടെ അടുത്തേക്കാണ്. മഴ കൊണ്ട് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്ന റേയെ അറാസെ കാണുന്നു. താൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് റേക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അവൻ അപ്പോൾ അവിടേക്ക് പോവാനാണ് തോന്നിയത്. അറാസെ അവൻ്റെ അടുത്തേക്ക് പോയതും അവന് മനസ്സിലായി റേയ്ക്ക് എന്തോ നല്ല വിഷമമുണ്ടെന്ന്. അവൻ റേയെ ഹഗ് ചെയ്യുന്നു. തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവനെ ആശ്വസിപ്പിക്കുന്ന പോലെ കെട്ടിപ്പിടിച്ചതും റേ കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഇക്കാര്യത്തിൽ എനിക്ക് നിന്നെ കംഫർട്ട് ചെയ്യാൻ കഴിയില്ല റേ എന്ന് അവൻ പറയുന്നു. എനിക്കറിയാം ഇത് എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് റേ അവനോട് പറയുന്നു. അറാസെ റേയെ നോക്കി ഇനി നീ ഇവിടേക്ക് വരരുത് റേ എന്ന് പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.